രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഉത്തര കേരളത്തിലും വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഉത്തര കേരളത്തിൽ 810 ഇടങ്ങളിൽ പദസഞ്ചലനം നടക്കും. പിന്നീട് ഗൃഹസമ്പർക്കം അടക്കമുള്ള വിപുലമായ പരിപാടികളാണ് ഒരു വർഷത്തെ ശതാബ്ദി ആഘോഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യം സംഘശാഖ ആരംഭിച്ച കോഴിക്കോട് ആഴ്ചവട്ടത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംഘം അതിൻ്റെ 100ാം ജന്മദിനത്തിലാണ്. വിജയദശമി ദിനത്തിൽ അതിൻ്റെ ജന്മദിന പരിപാടികളെല്ലാം തന്നെ ആരംഭിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളാണ് ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. അതായത് കൂടുതൽ ജനങ്ങളിലേക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത്തവണ മണ്ഡല തലത്തിലാണ് സംഘത്തിൻ്റെ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. അതായത് ഗ്രാമങ്ങളിലേക്ക് കൂടി കൂടുതൽ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഗ്രാമതലത്തിലടക്കം സംഘത്തിൻ്റെ പരിപാടികൾ, റൂട്ട് മാർച്ചും അതോടൊപ്പം തന്നെ മറ്റ് വ്യത്യസ്ത പരിപാടികളുമെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി അടുത്ത വിജയദശമി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൃത്യമായി തന്നെ ഹിന്ദു മഹാസമ്മേളനം, അതോടൊപ്പം തന്നെ ഗൃഹസമ്പർക്കം അടക്കമുള്ള വ്യത്യസ്തമായ പരിപാടികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്, കാര്യക്രമങ്ങളാണ് പ്രധാനമായും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആഴ്ചവട്ടം എന്ന സ്ഥലത്താണ്. അതായത് കേരളത്തിൽ തന്നെ ആദ്യം സംഘശാഖ ആരംഭിച്ചത് ആഴ്ചവട്ടത്താണ്. 1942 ശാഖ ആരംഭിച്ചത്. നമുക്ക് അറിയാം, മുതിർന്ന അധികാരികളൊക്കെ ഇവിടെ ഉണ്ട്. മുൻപ് ഇവിടെ ശാഖ ആരംഭിച്ച സമയത്ത് അന്ന് എങ്ങനെയായിരുന്നു സാഹചര്യമൊക്കെ? അന്നൊക്കെ ഞങ്ങൾ ജനിക്കാത്ത സമയം 42. പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരുവിധം എല്ലാ വീടുകളിലും കുട്ടികളും കുറച്ച് മുതിർന്ന സ്വയംസേവകരൊക്കെ അന്ന് ശാഖയിൽ പോകുമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അന്ന് ശാഖയിൽ പോയിരുന്ന ആൾക്കാരായിട്ടുള്ള സമ്പർക്കം കൊണ്ട് നമുക്ക് കുറച്ച് വിവരം കണ്ടു. ദത്തോപ്പൻ തേങ്കിടിജി പിന്നീട് പാർലമെൻറ്റ് മെമ്പറായി അവരാണ് ഇവിടെ സ്ഥാപിച്ചത്. ഈ അദ്ദേഹത്തിന് ഞാൻ പിന്നീടൊരു 18 കൊല്ലം ഞാൻ കുറച്ചു കാലം പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ആഴ്ചവട്ടത്തു നിന്നാണ് വരുന്ന സമയത്ത് ഓരോരുത്തരും പേരെടുത്തതിനോട് ചോദിച്ചു. അതായത് 10-15 കൊല്ലത്തിന് ശേഷം പാർലമെൻറ്റ് മെമ്പറൊക്കെ ആയതിൻ്റെ ശേഷം അത്രത്തോളം അദ്ദേഹം ഇവിടെ ആൾക്കാരായിട്ട് ഇടപഴകിയ ഒരു വ്യക്തിയായിരുന്നു. ഇത് മാത്രമല്ല, അടിയന്തരാവസ്ഥയിൽ സംഘം നിരോധിച്ച സമയത്ത് ആദ്യമായിട്ട് ദത്തോപ്പൻ തേങ്കിടിയാണ് 2 ദിവസം കഴിഞ്ഞുകൊണ്ട് ഇവിടെ ആഴ്ചവട്ടത്തെത്തി. കുറച്ചു കാലം ഇവിടെ ഒളിവിൽ ആഴ്ചവട്ടത്തൊരു വീട്ടിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. പിന്നെ അന്ന് പോയ പ്രവർത്തകർ പലരും സംഘം നിരോധിച്ച കാലത്ത് അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാവരും ആ തലമുറ മുഴുവൻ മാറിക്കഴിഞ്ഞു, പുതിയ ആൾക്കാരായി. അതിനുശേഷം എത്രത്തോളം ഒരു മാറ്റം സംഘശാഖയിൽ ഉണ്ടായിട്ടുണ്ട്? എത്രത്തോളം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്? വലിയ രീതിയിലൊരു മുന്നേറ്റമാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ അച്ഛൻ ആദ്യ ബാച്ചിൽ 1942 ശാഖ തുടങ്ങുന്ന ബാച്ചിൽ ആണ്. അപ്പോൾ അവരെ ഒപ്പം ഉണ്ടായിട്ടുള്ള മക്കൾ ഇപ്പോൾ ഈ ശാഖയിൽ ഇവിടെയൊക്കെ ഉണ്ട്. അവരൊക്കെ മൺമറഞ്ഞു പോയി. എന്നാലും പിന്നെ അവരെ മക്കളൊക്കെ ഇപ്പോഴും സജീവമായിട്ട് ഉണ്ട്. വിവിധ മേഖലകളായിട്ട് നമ്മളൊക്കെ കൂടിയിട്ട് ശാഖ ചിട്ടയായിട്ട് കൊണ്ടുപോകാറുണ്ട്. പഴയ കാലഘട്ടത്തെ ഓർമ്മിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകാറുണ്ട്. ശരി. അതാണ് ചിട്ടയായ ഒരു പ്രവർത്തനം. അതുതന്നെയാണ് സംഘശാഖയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയെയും ആ വ്യക്തിയെ പൂർണ്ണനാക്കുന്ന തരത്തിലുള്ള കാര്യക്രമങ്ങളാണ് ശാഖയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായും ശാരീരികമായും മാനസികമായും എല്ലാം തന്നെ ശക്തമാക്കുക എന്ന തരത്തിലുള്ള ഓരോ പ്രക്രിയകളാണ് സംഘശാഖയിൽ നടക്കുന്നത്. ഉത്തര കേരളത്തിൽ അത്തരത്തിൽ ഇത്തവണ വിവിധ പരിപാടികളാണ്. ഏകദേശം 830ഓളം പരിപാടികളാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 810 റൂട്ട് മാർച്ചുകളാണ്, പഥസഞ്ചലനങ്ങളാണ് വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻപ് ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഇത്തവണ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. താഴെത്തട്ടിലടക്കം ഗ്രാമീണ പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ സംഘശാഖയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ തവണ ആ രീതിയിലുള്ള ജന്മദിനത്തിൽ അല്ലെങ്കിൽ 100ാം വാർഷികത്തിൽ സംഘശാഖയുടെ പ്രവർത്തനം ഈ രീതിയിൽ സംഘടിപ്പിക്കുന്നത്. എന്തായാലും വളരെ വിപുലമായി തന്നെ ഇപ്പോൾ സംഘശാഖകൾ കേരളത്തിൽ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.